അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, അബുദാബിക്കാരെ സുഖം തന്നെ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അബുദാബി എമിറേറ്റ്സിൽ ഇന്നലെ നല്ല മഴയും ഇടിമിന്നലോട് കൂടിയുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നെന്ന് വാർത്തകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഖലീഫ സിറ്റി, അബുദാബി ഇങ്ങനെ അതിന്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങളിലൊന്നും മഴ പെയ്തതില്ല. അല്ലയിൽ പോകുന്ന റോട്ടിൽ ബനിയാസ്, വത്തുബ ഇവിടെയൊക്കെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. വാർത്തകളൊക്കെ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നല്ല ചൂട് തന്നെ ഖലീഫ സിറ്റിയിലൊക്കെ. പക്ഷെ ഇന്നലെ വൈകിട്ട് നല്ല പൊടിക്കാറ്റായിരുന്നു. കാരണം ഇന്നലെ വാഹനങ്ങളൊക്കെ വണ്ടികളൊക്കെ കഴുകിയതാണ്. ഇന്ന് വീണ്ടും കഴുകേണ്ടി വന്നു. അത്തരം മണ്ണ് വണ്ടിയുടെ മുകളിലേക്ക് അടിച്ച് പതിച്ചിരുന്നു. ശക്തമായ കാറ്റും പൊടിക്കാറ്റും തന്നെ ആയിരുന്നു. ഇൻഷാ അല്ലാഹ് യുഎഇയിൽ ഇപ്പോൾ പറയുന്ന സുഹൈൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അതൊരു കാലാവസ്ഥ യന്ത്രമോ കാറ്റോ അല്ല, ആകാശത്തിലെ ഒരു നക്ഷത്രമാണ്. ശാസ്ത്രീയമായി അതിന്റെ പേര് കാനോപസ് എന്നാണ്. രാത്രി ആകാശത്തിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങൾ രണ്ടാമത്തേതാണ്. അറബികൾ നൂറ്റാണ്ടുകളായി സുഹൈലിന്റെ ഉദയം കാലാവസ്ഥ മാറുന്നതിന്റെ ഒരു പ്രത്യേകത അടയാളമായി നിരീക്ഷിച്ചു വരും. യുഎഇയിൽ ഈ വർഷം 24 ഓഗസ്റ്റ് പുലർച്ചെ തെക്കുകിഴക്കൻ ആകാശത്ത് സുഹൈൽ കാണാൻ തുടങ്ങുമെന്നാണ് എമിറേറ്റ്സ് സൊസൈറ്റി പറയുന്നത്. സാധാരണയായി സൂര്യോദയത്തിന് ഏകദേശം 40 മിനിറ്റ് മുമ്പ് താഴ്ന്ന നിലയിൽ കാണും. സുഹൈൽ വന്നാൽ ശരിക്കും ചൂട് കുറയോ ഇല്ല. സുഹൈൽ നക്ഷത്രം വന്നതുകൊണ്ട് ചൂട് കുറയുന്നതല്ല. നക്ഷത്രത്തിന് ഭൂമിയിൽ കാലാവസ്ഥയെ നേരിട്ട് തണുപ്പിക്കാനുള്ള യാതൊരു സ്വാധീനവുമില്ല. മറിച്ച് വർഷത്തിലെ ഒരു പ്രത്യേക സമയത്ത് സുഹൈൽ ഉദിക്കുന്നതും അതേ കാലയളവിൽ വേനലിൽ ശക്തി ക്രമേണ കുറയുന്നതുമാണ് പ്രധാന കാര്യം. അതുകൊണ്ടാണ് പഴയകാല അറബികൾ അതിനെ കാലാവസ്ഥാ മാറ്റത്തിന്റെ അടയാളമായി ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ തണുപ്പും കാര്യങ്ങളും സെപ്റ്റംബർ ലാസ്റ്റോടുകൂടെ അവസാനിക്കും. ഈ ചൂടും നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. പക്ഷെ ഇത് കാലത്ത് ഒരു 10 മണി, ഒരു 9:30-10 മണി വരെ നല്ല നാട്ടിലൊക്കെ ഒരു കാലാവസ്ഥ, ഒരു തണുപ്പ് വീശുന്ന ഒരു കാലാവസ്ഥ ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് പോയി ചൂട് തന്നെ ആയി. ഇൻഷാ അല്ലാഹ് ഈ ചൂടത്തും മഴയത്തും തണുപ്പത്തും കഷ്ടപ്പെട്ട് കുടുംബങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഈ ത്യാഗത്തിന് അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.